സൗദിയിലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ഫയലിംഗ് സിസ്റ്റമാണോ അതോ ഫയലിംഗ് സിസ്റ്റമാണോ? വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ മിസ്സാവുക, കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുക, അങ്ങനെ ബിസിനസ്സുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഫയലിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ അത് മതി. എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഫയലിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഷമീർ മാക്മില്ലൻ, ദി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി 500ഓളം കമ്പനികൾക്ക് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിലൂടെ അവരുടെ പ്രോഫിറ്റ് ബെറ്റർ ചെയ്യാനായി സഹായിച്ചിട്ടുള്ള കൺസൾട്ടൻ്റാണ് ഞാൻ. (2018) കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ റെഗുലേറ്ററി കൺട്രോളൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വാറ്റ് പുതുതായിട്ട് ഗവൺമെൻറ് അവതരിപ്പിച്ചത്. ആ സമയത്ത് ആളുകളൊന്നും ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അത്ര അവബോധമുള്ളവരായിരുന്നില്ല. കാര്യം വാറ്റ് നിയമത്തിൽ ഒരുപാട് പെനാൽറ്റികളെ കുറിച്ചെല്ലാം എടുത്തു പറയുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എങ്കിലും എന്നെപ്പോലുള്ള കൺസൾട്ടൻസ് എല്ലാം ബിസിനസ്സുകാർക്ക് ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകളെല്ലാം നടത്തി അവരെ ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിച്ചു. എങ്കിൽ പോലും പലരുടെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്ന പ്രതികരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു പുതിയൊരു സിസ്റ്റം ആദ്യമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു അനുകൂലമായ നിലപാട്, കുറച്ച് മയമുള്ള ഒരു നിലപാടുണ്ടാവും. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് തുടക്കത്തിലൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല, അവരത് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന പല ബിസിനസ്സുകാരും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ അവരോട് പറയായിരുന്നു, ലുക്ക്, ഇതിപ്പോൾ ലോ ആയിട്ട് വന്നതാണ്, നമുക്ക് വർഷങ്ങളോളം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നാളത്തെ. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് വരുന്നൊരു ഓഫീസർ നിങ്ങളോടൊരു ഡോക്യുമെൻ്റ് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഓഫീസറുടെ മൂഡനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും 2020-2021 കാലഘട്ടം ആയപ്പോഴേക്കും പലർക്കും വ്യാപകമായി നോട്ടീസൊക്കെ വരാൻ തുടങ്ങി. ഇതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അധികാരികൾ ചോദിക്കാൻ തുടങ്ങി. പലരുടെയും കയ്യിൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായി കൊടുക്കാനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൗദിയിൽ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ബിസിനസ്സുകളുടെ ഇടയിൽ രക്തപ്പുഴ ഒഴുകുന്നത് പോലെ ഒരുപാട് ഫൈനും പെനാൽറ്റിയും അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ഒരു 2-way സിസ്റ്റം, ഫയലിംഗ് സിസ്റ്റം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനെ സെർച്ച് ചെയ്യാൻ, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യമായ ഡീറ്റെയിൽസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് ഈസിയായി, സിസ്റ്റത്തിൽ അതിൻ്റെ എൻട്രി എവിടെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളൊരു ഫയലിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി നിങ്ങളുടെ ERP സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാനും അത് ഈസി റിട്രീവ് ചെയ്യാവുന്ന രീതിയിൽ കീപ്പ് ചെയ്യാനും അതിൻ്റെ ബാക്കപ്പ് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും തെർമൽ ഇൻവോയ്സസ്. ചില ഇൻവോയ്സസ് എല്ലാം ഒരു 3 മാസം കൊണ്ടൊക്കെ ഫെയ്ഡായി പോകും. അത്രയും ഇൻവോയ്സുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ സ്കാൻ ചെയ്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് പർപ്പസിനാവാം, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റി ആവാം, ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി ചോദിക്കുക. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് സ്കാൻഡ് കോപ്പി തീർച്ചയായിട്ടും നിങ്ങളുടെ ERP സിസ്റ്റത്തിലോ, അത് സാധ്യമല്ലെങ്കിൽ അല്ലാതെയോ സ്കാൻ കോപ്പികൾ നിങ്ങൾ കർശനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതും നന്നായിരിക്കും. ഫയലിംഗ് സിസ്റ്റം പ്രോപ്പറായി ചെയ്യുന്നതിലൂടെ ലക്ഷക്കണക്കിന് റിയാലിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. ഇത് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ക്ലയൻസിനും ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ്. നിങ്ങൾക്ക് ഈ സർവീസ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഭീമമായ പെനാൽറ്റിയിൽ നിന്നും രക്ഷപ്പെടാം.